ലെബനാനും ഇസ്രായേലും തമ്മിൽ ബദ്ധവൈരികളായത് എങ്ങനെ? പതിറ്റാണ്ടുകളായി അവർ പോരടിച്ചുകൊണ്ടേയിരിക്കുന്നു. എങ്ങനെയാണ് ഇസ്രായേൽ ലെബനാനിൽ നിന്ന് തോറ്റ് പിന്മാറിയത്? ഈ വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം വലിയ രീതിയിലുള്ള മേൽക്കോയ്മയും സ്വാധീനവും ശക്തിയും അറബ് മേഖലയിൽ പ്രയോഗിച്ച രാജ്യത്തിന്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. 6 രാജ്യങ്ങളെ ഒറ്റയടിക്ക് തോൽപ്പിച്ചു എന്ന വീര പരിവേഷം ലോകത്തിന് മുൻപിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിച്ചു. പിന്നീട് അതിർത്തിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം ഇസ്രായേൽ നേരിട്ട് ഇടപെടുകയും യുദ്ധപ്രഖ്യാപനങ്ങൾ നടത്തുകയും അങ്ങനെ പല ഘട്ടങ്ങളിലായി ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നത് അവിടെ സ്ഥിരം പതിവാകുകയും ചെയ്തു. ഈ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളിലെല്ലാം സംഘർഷവുമായി ബന്ധപ്പെട്ട സ്ഥിതിവിശേഷമുണ്ടായി. എന്നാൽ ഇതിന് വല്ലാത്ത രീതിയിലൊന്നും ഏറ്റുമുട്ടാൻ തയ്യാറല്ലാത്ത രീതിയിൽ അവരുമായി ഒരു സ്വരച്ചേർച്ച ഉണ്ടാവുന്ന തരത്തിലേക്ക് ആദ്യം നീങ്ങിയത് ഈജിപ്താണ്. അതുകൊണ്ട് തന്നെ 1967 ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം ആ രാജ്യവുമായി നയതന്ത്ര ബന്ധം മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ആദ്യം ഉണ്ടാക്കിയതും ഇസ്രായേലാണ്. ഒരു വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ അന്നും ഇന്നും പോരാടിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ പേര് ലെബനാൻ എന്നാണ്. ലെബനാനിൽ വലിയ രീതിയിലുള്ള കയ്യേറ്റങ്ങൾ ഇസ്രായേൽ നടത്തി, വലിയ രീതിയിലുള്ള പോർവിളികൾ ഉണ്ടാക്കി, ഒരുപാട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് 1982 കാലത്ത് ഹിസ്ബുള്ള എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇസ്രായേലിനെ ചെറുക്കാൻ വേണ്ടി ഇറാന്റെ നേതൃത്വത്തിൽ ഷിയ മലീഷ വിഭാഗമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നത്. 1982 അധിനിവേശത്തിനെതിരെ ഹിസ്ബുള്ള ഉണ്ടാക്കിയത് എന്ന് അവരുടെ വെബ്സൈറ്റിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും. അബ്ബാസ് അലി മൂസ എന്നവരാണ് ആ സമയത്തുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ നേതാവായി നേതൃത്വ നിരയിലേക്ക് വന്നത്. പിന്നീട് അദ്ദേഹം കൊല്ലപ്പെടുകയും രണ്ടാമത്തെ നേതാവായിട്ട് ഇപ്പോഴത്തെ ഹസൻ നസ്രുള്ള തിരഞ്ഞെടുക്കുകയും ചെയ്തു. 30 വർഷത്തോളം അത് ഹിസ്ബുള്ള നേതാവിനെ നേരിട്ട് നയിച്ച വ്യക്തിയാണ് ഇപ്പോൾ കൊല ചെയ്യപ്പെട്ട ഹസൻ നസ്രുള്ള എന്ന് പറയുന്നത്. അവര് ഇസ്രായേലിനെതിരെ ശക്തമായിരിക്കുന്ന പ്രതിരോധങ്ങൾ ഉണ്ടാക്കി 2000 വർഷത്തിൽ 18 വർഷത്തെ ഇസ്രായേലിന്റെ അധിനിവേശം അവസാനിപ്പിച്ചുകൊണ്ട് ലെബനാൻ എന്ന ഭൂപ്രദേശത്തിൽ നിന്ന് തോറ്റ് തുന്നം പാടി മടങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ചരിത്രത്തിൽ ആദ്യമായി ഉണ്ടായത് ലെബനാൻ ഭൂമിയിൽ നിന്നാണ്. ആ ഭൂപ്രദേശത്തിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാവാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ശക്തമായിരിക്കുന്ന പ്രതിരോധമാണ് എന്നുള്ളത് കൃത്യമാണ്. ഇതിനോടനുബന്ധിച്ച് 1-2 ബിസിനസ് സംബന്ധമായിരിക്കുന്ന കാര്യത്തെ കൂടി പരാമർശിക്കുകയാണ്. അതിലൊന്ന് റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. മുൻപ് നമ്മൾ പറഞ്ഞതാണ്, ചെറിയ മുതൽ മുടക്കിന് വലിയ വരുമാനം ഉണ്ടാകുന്ന ഒരു സംവിധാനമാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. 10 വർഷത്തിലധികം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായി സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ഈ മേഖല ഒന്നുകൂടി വിപുലീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അത് ഇതിന് താല്പര്യമുള്ള ആളുകൾക്ക് ഈ താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ സ്വർണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ഹോൾസെയിൽ മാർക്കറ്റ്, ഹോൾസെയിൽ ആഭരണങ്ങൾ ഉണ്ടാക്കിയിട്ട് ഹോൾസെയിലായിട്ട് വ്യത്യസ്തമായിരിക്കുന്ന ജ്വല്ലറികളിൽ വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ വിൽപ്പന നടത്തുന്ന രീതിയിലുള്ള സംവിധാനമാണ്. ഈ മേഖലയിലും വലിയ രീതിയിലുള്ള സാമ്പത്തിക വരുമാനം ഉണ്ടാകുന്നതാണ്. ഈ 2 മേഖലയും നമ്മുടെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത രീതിയിൽ മുതൽ മുടക്കില്ലാതെ തന്നെ വലിയ രീതിയിൽ ലാഭം ലഭ്യമാകുന്ന രീതിയിലുള്ള സംവിധാനമാണ്. അപ്പോൾ ഈ കാര്യത്തിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ, അതിന്റെ വിശദീകരണങ്ങൾ അറിയാൻ, പണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനൊക്കെ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ അറിയാം എന്നുകൂടി ഇതിനോടനുബന്ധിച്ച് അറിയിക്കുകയാണ്. 2000 വർഷത്തിന് ശേഷവും വീണ്ടും വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് നടന്നുകൊണ്ടേയിരുന്നു. എന്ന് വെച്ചാൽ അതിർത്തി ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തിന് നേരെ ആക്രമണം നടത്തുക, അവർ പ്രത്യാക്രമണം നടത്തുക എന്നുള്ളത് സ്ഥിരം പരിപാടിയായിട്ട് തന്നെ വന്നു. ഒരു ചെറിയ മുന്നേറ്റം ഇസ്രായേൽ സൈന്യത്തിന് ആ മേഖലയിൽ ആ കാലത്ത് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു 2000 വർഷത്തിന് ശേഷം. എന്നാൽ 2006 വീണ്ടും ഇസ്രായേൽ സൈന്യത്തെ തുരത്തി ഓടിച്ചു ഹിസ്ബുള്ള ഗ്രൂപ്പ്. ലെബനാൻ സൈന്യത്തിന്റെ നല്ലൊരു വിഭാഗവും ഇതിന് പിന്തുണ നൽകിയിരുന്നു എന്നും അന്ന് റിപ്പോർട്ട് ചെയ്തു. വലിയ ജനകീയ അംഗീകാരവും ജനകീയപരമായിരിക്കുന്ന സ്വാധീനവും ഹിസ്ബുള്ള ഗ്രൂപ്പിന് ലെബനാൻ മേഖല ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതും അവര് ലെബനാന്റെ പാർലമെന്റിൽ വളരെ നിർണായകമായിരിക്കുന്ന വിഭാഗമായിട്ട് മാറുകയും ചെയ്തു. അവിടെ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിസ്ഥാനിലും അവർ സ്ഥാനം വഹിച്ചു. അമേരിക്ക അടങ്ങുന്ന സംഘം ഈ ഹിസ്ബുള്ള ഗ്രൂപ്പിനെ ഭീകര സംഘടനയിൽ പെടുത്തിയാണ് അടയാളപ്പെടുത്തുന്നത്. UN സഭയിലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ വന്നതുമാണ്. സെപ്റ്റംബർ 11 ഈ കഴിഞ്ഞ മാസമാണ്. ഈ മാസം 19-ാം തീയതിയാണ് ഏറ്റവും ഒടുവിലായിക്കൊണ്ട്
ഹസൻ നസ്രുള്ള ടിവിയിലൂടെ ജനങ്ങളെ സംബോധന ചെയ്തു. ലോകത്താകമാനമുള്ള ഷിയാ വിഭാഗങ്ങൾക്ക് വലിയ രീതിയിലുള്ള സ്വാധീനമുള്ള അല്ലെ വലിയ താല്പര്യമുള്ള ഒരു വിഭാഗമായി മലീഷ്യ വിഭാഗം ഈ ഹിസ്ബുള്ള ഗ്രൂപ്പ് വളരെ പെട്ടെന്ന് തന്നെ വളർന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. കാര്യമെന്ന് പറയുന്നത് ഇവരെ ചെറുക്കാൻ വേണ്ടി, ഇസ്രായേലിൽ ചെറുക്കാൻ വേണ്ടി, അത് ശക്തമായിരിക്കുന്ന മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത് ഈ വിഭാഗത്തിന് മാത്രമാണ്. ലെബനാനിലെ ജനസംഖ്യാനുപാതികപരമായിരിക്കുന്ന ഒരു കാര്യം കൂടി ഇപ്പോൾ പ്രത്യേകമായ രീതിയിൽ ചർച്ചയിൽ വന്നിരിക്കുകയാണ്. അവിടെ വലിയ രീതിയിൽ ക്രിസ്ത്യൻ മെജോറിറ്റിയുള്ള രാജ്യമാണ്. 32.4% ക്രിസ്ത്യൻ മെജോറിറ്റിയുള്ള രാജ്യമാണ് ലെബനാൻ എന്ന് പറയുന്നത്. മുസ്ലിങ്ങളുടെ ശതമാനം 67.8%. 4.5% ഏകദേശം ജൂത വിഭാഗങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മുസ്ലിം അല്ലാത്ത വിഭാഗങ്ങൾ എല്ലാം കൂടി ഉണ്ട് എന്ന് കണക്കാക്കുന്നു. 58,16,519 ജനങ്ങളാണ് 2024 സെൻസസ് പ്രകാരം ലെബനാനിലുള്ളത്. ഇപ്പൊ വിഷയം എന്ന് പറയുന്നത് ഹിസ്ബുള്ള നേതാവിനെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്തീയ വിഭാഗത്തിൽ നിന്ന് ഒറ്റ നടന്നിരിക്കുന്നു എന്നൊരു അഭിപ്രായം ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നതാണ്. അപ്പോൾ അവർക്ക് വലിയ സ്വാധീനമുള്ള മേഖലയിലൂടെ ഇവർ പ്രവർത്തിക്കുന്നത് ഏത് രീതിയിലാണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ആ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ജൂത വിഭാഗമോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗമോ വലിയ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ടാവാൻ സാധ്യതകൾ പറയുന്നു. വലിയ രീതിയിലുള്ള അന്വേഷണം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുകയാണ്. 2006 ഇസ്രായേലിന്റെ പരാജയം, അതായത് ലെബനാൻ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരാജയമാണ് ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ മുറിവേറ്റത്. 2 പരാജയം, 2000 നമ്മൾ പറഞ്ഞ പരാജയം, അതോടനുബന്ധിച്ച് 2006 പരാജയം. 6 മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് ലെബനാൻ എന്ന് പറയുന്ന തീരെ ശക്തി കുറഞ്ഞ, അത്യാവശ്യം ദരിദ്രം എന്ന് തന്നെ വിളിക്കപ്പെടുന്ന, കറൻസിക്ക് വലിയ മൂല്യമില്ലാത്ത ആ രാജ്യത്തിൽ നിന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്താകമാനം ആരാധകരുള്ള, സ്വാധീനമുള്ള, ശക്തിയുള്ള, കാലോചിതപരമായി മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കുന്ന ആയുധങ്ങളുള്ള, എല്ലാ മേഖലയിലും കൃത്യവും വ്യക്തമായ രീതിയിൽ ഇടപെടാൻ സ്വാധീനമുള്ള ഈ രാജ്യം അത്രയൊന്നും നമ്മുടെ ആയുധ മേഖലകളുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ ലെബനാന്റെതൊക്കെ വളരെ താഴ്ന്നു കിടക്കുന്ന ഈ രാജ്യവുമായി ഏറ്റുമുട്ടി പരാജയപ്പെടേണ്ടി വന്നു എന്നുള്ളത് ഏറ്റവും നാണം കെട്ട രീതിയിലുള്ള പരാജയമായിട്ട് അവിടുത്തെ ജനങ്ങൾ തന്നെ യഥാർത്ഥത്തിൽ വിലയിരുത്തിയതാണ്. അപ്പോൾ ഇവിടെ നസ്രുള്ള പറഞ്ഞ, അതല്ലെങ്കിൽ ഹിസ്ബുള്ള ഗ്രൂപ്പ് പറഞ്ഞ വളരെ പ്രധാനമായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ ഒരു പിന്തുടർച്ച ഹമാസ് അല്ലെങ്കിൽ പാലസ്തീൻ പിന്തുടർന്നിട്ടുണ്ട്. അതിന്റെ ഒരു പിന്തുടർച്ച ഇവരെ പ്രതിരോധിക്കുന്ന, ഇസ്രായേലിനെ പ്രതിരോധിക്കുന്ന ഇറാഖിലെ മലീഷ്യ വിഭാഗം പിന്തുടരുന്നു, യമനിലെ ഹൂത്തികൾ പിന്തുടരുന്നു. അവർ പറയുന്ന കാര്യം, നിങ്ങൾ നിരന്തരം ഇസ്രായേലിനെ ആക്രമിച്ചു കൊണ്ടേയിരുന്നാൽ അവർ പരാജയപ്പെടും. അതല്ലെങ്കിൽ നമ്മൾക്ക് നേരെ ഭയപ്പാടുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾക്ക് സാധിക്കാത്തൊരു പ്രത്യേക സാഹചര്യങ്ങൾ വരും. അതിനെന്ത് ചെയ്യണം? ആക്രമിച്ചു കൊണ്ടേയിരിക്കണം. ഞങ്ങൾ അങ്ങനെ അതിജീവിച്ചതാണ് 2000-ലും 2006 വർഷത്തിലും. യുദ്ധം നിരന്തരമായ സമയത്ത് നിൽക്കക്കളിയില്ലാതെ അവർ രാജ്യം വിട്ടുപോകുന്ന ഒരു പ്രത്യേക സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 967 അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് ഇസ്രായേൽ പിടിച്ചെടുത്ത ഭൂപ്രദേശത്തിന്റെ ഏകദേശം 30% പിടിച്ചെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്ന് മാത്രമല്ല, മറ്റുള്ള പ്രദേശത്ത് കൃത്യമായ രീതിയിൽ സെറ്റിൽമെന്റ് സ്ഥാപിക്കാൻ അവർക്ക് സാധിക്കാത്ത വിധം അവരെ സൈനികപരമായിരിക്കുന്ന പിന്മാറ്റം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് യുദ്ധം തുടങ്ങിയതിനു ശേഷം 70,000-ഓളം ജൂത വിഭാഗത്തെ അതിർത്തിയുമായി ബന്ധപ്പെട്ട പ്രദേശത്ത് നിന്ന് എന്ത് ചെയ്തത്? അവർ പിൻവലിച്ചത്. അവരെ വീണ്ടും താമസിപ്പിക്കാനുള്ള ശ്രമം ഒരിക്കലും വിജയിക്കില്ല എന്ന് മുൻപ് പറഞ്ഞ് ഞങ്ങൾ ആവർത്തിക്കുന്നു എന്ന തരത്തിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായിരിക്കുന്ന കാര്യം, ഇസ്രായേൽ ജയിക്കുകയല്ല, തോൽക്കുകയാണ്, തോറ്റുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ്. നേതൃത്വ നിരയിൽ നിന്ന് ആരെങ്കിലും പരാജയപ്പെടുത്തിയിട്ട് ശക്തി ഇല്ലാതാവണമെങ്കിൽ യഥാർത്ഥത്തിൽ ഹമാസ് ആണെങ്കിൽ ഇല്ലാതാവേണ്ടത്. ഹമാസിന്റെ സ്ഥാപക നേതാവ് അന്നൊന്നും ആയുധങ്ങളോ റോക്കറ്റുകളോ വിക്ഷേപണ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളോ ഒന്നുമില്ലാത്ത കാലത്ത് അതിന്റെ സ്ഥാപക നേതാവ് മുഹമ്മദ് യാസീനെ കൊലപ്പെടുത്തി. അദ്ദേഹം ഒരു വികലാംഗനായിരുന്നു, ഒരു അധ്യാപകനായിരുന്നു, വീൽ ചെയറിലാണ് യാത്ര ചെയ്യുന്നത്. ആകാശത്തിന് സ്ഫോടനം നടത്തിക്കൊണ്ട് കൊലപ്പെടുത്തി. അവിടെ മുതൽ കൊല ആരംഭിക്കുന്നു. പിന്നീട് റന്തീസി അടക്കം ഇങ്ങനെ പോയി നമ്മളിപ്പോ കാണുന്ന ഈ ഇസ്മായിൽ അനിയയിൽ എത്തിയിരിക്കുന്ന കൊലപാതക പരമ്പര എന്ന് പറഞ്ഞാൽ ഹമാസിന്റെ 10-ലധികം ഏറ്റവും ശക്തരായിരിക്കുന്ന നേതാക്കളെ ഇസ്രായേൽ കൊലപ്പെടുത്തി. എന്നിട്ട് ഹമാസിന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ അവസ്ഥയായിട്ട് വിലയിരുത്തുന്ന സമയത്ത് ഓരോരുത്തർക്കും വിലയിരുത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നേതൃനിരയിലുള്ള ആളുകളെ കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിന് പകരമായിട്ട് ആള് വരും എന്നുള്ളതാണ്.
അതല്ലാത്ത രീതിയിൽ ഒരു ആ ശക്തിയെ ക്ഷയിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പൊ തന്നെ ഈ തൊട്ടടുത്ത് തന്നെ ഇസ്രായേലിന്റെ സൈനിക മേധാവി തന്നെ പറഞ്ഞു, ഈ യുദ്ധം ഹമാസും ഇസ്രായേലും തമ്മിലുള്ളതല്ല, ആശയം തമ്മിലുള്ളതാണ്. അതുകൊണ്ട് ഹമാസിന്റെ ആളുകളെ അല്ലെ പാലസ്തീനെ കീഴ്പ്പെടുത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് ഇസ്രായേലിന്റെ കമാൻഡർ തന്നെ പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നത് പ്രതിരോധ സംവിധാനം അവര് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് നടത്തുന്നത് എന്നതിനാൽ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്രായേൽ ഒരു നേതാവിനെയോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയോ കൊലപ്പെടുത്തി എന്നതിനാൽ അവിടെ ഇസ്രായേൽ ജയിച്ചു എന്നുള്ളതല്ല. അതിന്റെ അർത്ഥം ഇസ്രായേൽ പരാജയപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്.